ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന രണ്ട് മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു റീല് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ആ റീലിനെ കുറിച്ചാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. ഒരു 50 വയസ്സായിട്ടുള്ള വ്യക്തി 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അതിന് ആ ഒരു റീലിട്ടതിന് ശേഷം ഇവർക്ക് എതിരെ വന്നിട്ടുള്ള കമൻസ്, ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള കമൻസ്, എന്താണ് ഇവരുടെ സാഹചര്യം, കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പൂനെയിൽ നടന്നിട്ടുള്ള ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ കൊക്കയിലേക്ക് തള്ളിയൊക്കെ ഇട്ട ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള രണ്ട് ന്യൂസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നമുക്ക് ആദ്യമേ തന്നെ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു റീല് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേയധികം പേര് അത് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, 50 വയസ്സുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞുള്ള വ്യക്തി 28 വയസ്സുള്ള നേഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അതായത് ആ ഒരു വ്യക്തി ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ഓഗസ്റ്റിലാണ് കല്യാണം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വേണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ ഒരു വീട്ടുകാരൊക്കെ വന്നിട്ട് ഉറപ്പിക്കുന്നതും, ആ ഒരു പെൺകുട്ടി ആ ചെറുക്കനും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്നതൊക്കെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വന്നതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരവരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് ഈ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ പയ്യൻ എന്ന് പറയാൻ ഒരു 50 വയസ്സുള്ള വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ചിലർ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് പറയുന്നവരൊക്കെ പറഞ്ഞോട്ട് നമ്മളിതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് 50 വയസ്സ് വരെ ഈ ഒരു ആൾ, രാജേഷ് എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചില്ല എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ തന്നെ ചൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ രാജേഷ് എന്തുകൊണ്ട് 50 വയസ്സ് വരെ കല്യാണം കഴിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജേഷ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കടബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രയോറിറ്റി ആ സമയത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ബിസിനസ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ എത്തിക്കുക, അതിനുശേഷം കുടുംബത്തെ നല്ല രീതിയിൽ കരയിലെത്തിക്കുക എന്നുള്ളതിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. അങ്ങനെ അവസാനം ഉണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന സമയത്ത് ഈ രാജേഷിൻ്റെ പ്രായം എന്ന് പറയുന്ന കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിക്കണം എന്നുള്ളൊരു കാര്യമേ രാജേഷ് തീരുമാനിക്കാനേ നിന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഓർക്കാനോ ഒന്നും തന്നെ നിന്നിട്ടില്ലായിരുന്നു. പക്ഷേ തനിക്ക് ഇതേ കണക്കൊരു ആലോചന വന്നപ്പോഴാണ് താൻ ഈ ഒരു പെൺകുട്ടിയെ കാണുകയും തനിക്ക് ഇഷ്ടപ്പെടുകയും ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി നേഹ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്കും ഈ ഒരു രാജേഷുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ് അവർ സംസാരിച്ച് അവർക്കത് പറ്റും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് രണ്ട് കുടുംബക്കാരും ചർച്ച ചെയ്തതും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തതും കല്യാണമായിട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത മാസം കല്യാണമാണ് എന്നുള്ളൊരു കാര്യം ഇവർ തന്നെയാണ് ഇപ്പോൾ റീലായിട്ട് വീഡിയോ ഇട്ട് ആൾക്കാരിലേക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് താഴെ വന്നിട്ട് കുറേയധികം പേര് സപ്പോർട്ടായിട്ട് ഈ ഒരു രാജേഷിനും നേഹയ്ക്കും കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. നിങ്ങൾ നല്ല പ്രായമൊന്നും അത് വലിയ കാര്യമല്ല, നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നേഹയ്ക്കും അതുപോലെ തന്നെ രാജേഷിനും കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേയധികം പേര് നെഗറ്റീവായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊരു സാധാരണ കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പ്രായ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേന് 30-40 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചുകൂടായിരുന്നു, അതിന് മുമ്പ് 28 വയസ്സുള്ള പെൺകുട്ടിയാണോ കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കമൻസൊക്കെ ഓരോരുത്തരിടുന്നത് അതിന് മറുപടിയായിട്ട് മറ്റു ചിലർ ഇവർക്ക് സപ്പോർട്ടായിട്ടും കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കണ്ട സമയത്ത് മറ്റു ചിലരെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. TT ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്. ഇത് കണക്ക് ഇവരുണ്ടെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ ഒരു പയ്യനും പ്രായം കൂടിയ ഒരു
സ്ത്രീ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ ഇവർക്കെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് കുറേയധികം കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യത്തിൽ കുഴപ്പമാണ്, അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ല. അപ്പോഴത്തേന് ആണാണെങ്കിൽ കുഴപ്പമില്ല, പെണ്ണായാലാണോ പ്രശ്നം, വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ വേറൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം അവർ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഷുഗറൊക്കെ ഈ പ്രായത്തിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടോ എന്നുള്ളവരൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തമാശയായിട്ട് തന്നെ ഈ ഒരു രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് താഴെ വന്നിട്ട് കമൻസ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം കുടുംബകാര്യമൊക്കെ നോക്കി അത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇപ്പോഴെങ്കിലും ജീവിതത്തിൽ നല്ല ഒരു സന്തോഷമായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും അതിനെ കുറ്റം പറയാനോ ഒന്നും നിൽക്കരുത്. അതുപോലും മനസ്സിലാക്കാത്ത കുറേയധികം പേരുണ്ടെങ്കിൽ ഇവരുടെ പ്രായവും പറഞ്ഞ് കളിയാക്കുവാണ്. അവരെ ആശംസിക്കുക എന്നുള്ള ഒറ്റൊരു കാര്യമാണ്. ജീവിക്കുന്ന അവർ രണ്ടുപേരും ആണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അവരെ ലൈഫാണ്, അവർക്ക് ഉറപ്പായിട്ടും പക്വതയുണ്ട്, അതിനുള്ള പ്രായമൊക്കെ ആയിട്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അല്ലാതെ പക്വതയില്ലാതൊന്നും എടുത്ത തീരുമാനമല്ല. പെൺകുട്ടിക്കാർ 28 വയസ്സുണ്ട്, നല്ല പക്വതയുള്ള ഒരു പ്രായം തന്നെയാണ്. അപ്പം അവരെടുത്ത തീരുമാനം അവർക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാര്യം. എന്തായാലും എനിക്കും പറയാനുള്ള നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഈ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നത് അധികം എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ ഇനി അടുത്ത മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേറ്റസ്റ്റായിട്ട് പൂനെയിൽ നടന്നൊരു സംഭവമാണ് കേത അഗർവാൾ എന്നും അതുപോലെ തന്നെ സിയ അഗർവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, 2 കപ്പിൾസ്. അവർ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അതിനുവേണ്ടി ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണം അടുത്ത മാസമൊക്കെ ഭയങ്കര ഗ്രാൻഡായിട്ട് എത്രയോ കോടി രൂപയുടെയൊക്കെ നടത്തായിരുന്നതാണ് ഈ ഒരു കേതൾ അഗർവാൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അത് വലിയ കമ്പനി ഉടമയുടെ മോനൊക്കെയാണ്. അപ്പം വലിയ രീതിയിൽ ഒരു പൊസിഷനുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയും ഈ ഒരു പെൺകുട്ടിയും, സിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയും കല്യാണത്തിന് മുമ്പ് ചുമ്മാ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. പോകുന്ന വഴിയുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ പോയടത്തുനിന്ന് കൊക്കയിലേക്ക് മറിയുക ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഈ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇതേ കണക്ക് സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ശേഷം കുറേയധികം ഡൗട്ട് ഈ ഒരു കേതൻ അഗർവാളിൻ്റെ കുടുംബത്തിന് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് സഹോദരിക്ക് ഇതേ കണക്ക് ഇവൻ ഇതിന് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോഴത്തേന് ഇതേ കണക്ക് കൊക്കയിലോട്ട് വീണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇവനിങ്ങനെ സംഭവിച്ചിട്ട് പോലും പെരുമാറ്റത്തിലൊക്കെ ഡൗട്ട് തോന്നിയ ഒരു സഹോദരി ഇതേ കണക്ക് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതേ കണക്ക് ഡൗട്ടുണ്ട്, അവൻ അങ്ങനെയൊന്നും പറ്റുന്നതല്ല എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് CCTV ക്യാമറയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ പുറകെ ഈ ഒരു കേതൻ അഗർവാളും അതുപോലെ തന്നെ ഈ ഒരു സിയയുടെ പുറകെ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചു. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കുറേയധികം ഫോൺ കോളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു പെൺകുട്ടിക്ക് വേറൊരു കാമുകനുണ്ട് എന്നുള്ളൊരു കാര്യം. അവൻ്റെ പേര് ചേതൻ അഗർവാൾ എന്നാണ് അവൻ്റെ പേര്. അവന് ഈ ഒരു പെൺകുട്ടിയും കൂടെ ചേർന്നിട്ടാണ് ഇവനെ ഉണ്ടെങ്കിൽ കൊക്കയിലേക്ക് തള്ളിയിട്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ പെൺകുട്ടി ഈ ഒരു കല്യാണത്തിൽ നിന്ന് മാറാതിരുന്നതിൻ്റെ കാരണം വീട്ടുകാരെ പേടിച്ചായിരുന്നു. അപ്പോഴാണ് ഇവർ പ്ലാനിട്ട് ഇതേ കണക്ക് ചെയ്യുക. അതാകുമ്പോഴത്തേന് ഡൗട്ട് തോന്നത്തില്ല, കൊക്കയിലേക്ക് വീണതാണ് എന്നുള്ളതേ അവർ വിചാരിക്കൂ എന്നുള്ള കാര്യം. പക്ഷെ അത് അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. കുടുംബത്തിന് ഡൗട്ട് തോന്നി, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് പോലീസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിപ്പം ജയിലിൽ കിടക്കുകയും കൂടിയാണ്. എന്തായാലും ഇതിൽ മെയിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഈ ഒരു സംഭവം നടക്കുന്നതിന് ഇതിന് മുമ്പ് ഇതേ കണക്ക് ഈ ഒരു മൗണ്ടനിലൊക്കെ വരികയും വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു വ്യക്തിയെ തള്ളിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്തോ മരത്തിലൊക്കെ തങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേതൻ വന്നിട്ട് ഈ ഒരു സിയെ എടുത്ത് ചോദിച്ചു, നീ എന്തിനാ എന്നെ തള്ളിയിട്ടേ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, പെട്ടെന്ന് ഞാൻ പാമ്പിനെ കണ്ടു അപ്പോഴാണ് തള്ളിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്ന് ആ ഒരു വ്യക്തിക്ക് ഡൗട്ടില്ലാതെ പോയി. അഥവാ അന്ന് ഡൗട്ടെങ്ങാനും തോന്നിയിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പം ജീവനോടെ ഉണ്ടായേനെ. എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ഇഷ്ടമല്ല, കല്യാണത്തിന് ഇഷ്ടമല്ല, വേറൊരാളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് ഇത്രയും വലിയ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം അത് കൊല്ലാനൊക്കെ പോയിട്ട് ഇപ്പം എന്താണ് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളൊരു കാര്യമാണ് ഒരു കുടുംബം പറയുന്നത്. ഒരു
വ്യക്തിയുടെ ജീവനാണ് പോയത്. അത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാൻ ഉള്ള ധൈര്യം പോലും ഇല്ല. പക്ഷെ അതിന് പകരം ഇതുപോലത്തുള്ള കാര്യങ്ങളാണ് ചെയ്തത്. എനിക്ക് ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആണായാലും പെണ്ണായാലും നിങ്ങൾക്കൊരു കല്യാണത്തിൽ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളത് നേരിടാൻ റെഡിയായിട്ട് പറയണം. അല്ലാതെ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.